have National Anthem by Police Band. Kindly keep standing. Nadagite, the state anthem, please keep standing. ಧನ್ಯವಾದಗಳು. ಎಲ್ಲರೂ ಕೂತ್ಕೊಳ್ಬೇಕು. ಕೈಂಡ್ಲಿ ಟೇಕ್ ಯುವರ್ ಸೀಟ್ಸ್. ಇಂದು ದಿನಾಂಕ 3/6/26 ಸಂಜೆ 4 ಗಂಟೆಗೆ ಲೋಕಭವನದ ಗಾಜಿನ ಮನೆಯಲ್ಲಿ ನಡೆಯಲಿರುವ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು, ಮಾನ್ಯ ಉಪಮುಖ್ಯಮಂತ್ರಿಗಳು ಹಾಗೂ ನೂತನ ಸಚಿವರುಗಳ ಪ್ರಮಾಣ ವಚನ ಸಮಾರಂಭಕ್ಕೆ ನಾನು ಎಲ್ಲರನ್ನ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಮೊದಲನೇದಾಗಿ ನಮ್ಮಲ್ಲಿ ಮಾನ್ಯ ಶ್ರೀ ಸಿದ್ದರಾಮಯ್ಯ ಸಾಹೇಬರು ಆಗಮಿಸಿರುತ್ತಾರೆ. ಮಾನ್ಯ DK ಶಿವಕುಮಾರ್ ಸರ್, ತಾವು ಮಾನ್ಯ ಸಿದ್ದರಾಮಯ್ಯ ಸರ್ಗೆ ಶಾಲ್ವನ್ನು ಕೊಟ್ಟು ಸ್ವಾಗತವನ್ನು ಕೋರಬೇಕಾಗಿ ಕೋರುತ್ತೀನಿ. ಬೇಗ ಬನ್ನಿ. ಮಾನ್ಯ ಸಿದ್ದರಾಮಯ್ಯ ಸಾಹೇಬರಿಗೆ ಗೌರವಾನ್ವಿತ ಮಾನ್ಯ ಮುಖ್ಯ ನ್ಯಾಯಾಧೀಶರು, ಕರ್ನಾಟಕ ಉಚ್ಚ ನ್ಯಾಯಾಲಯದ ಮಾನ್ಯ ಚೀಫ್ ಜಸ್ಟಿಸ್ ಅವರಿಗೆ ಕೂಡ ಸ್ವಾಗತವನ್ನು ಕೋರಬೇಕಾಗಿ ಅಂತ ನಾನು ಕೋರುತ್ತೀನಿ. ಮಲ್ಲಿಕಾರ್ಜುನ್ ಖರ್ಗೆ, ಮಾನ್ಯ ವಿರೋಧ ಪಕ್ಷದ ನಾಯಕರು ರಾಜ್ಯಸಭೆ, ಅವರನ್ನು ಕೂಡ ಸ್ವಾಗತವನ್ನು ಕೋರಬೇಕಾಗಿ ಅಂತ ವಿನಂತಿಸುತ್ತೀನಿ. സജു ചാമക്കാലയിൽ ചേർന്നുകൊണ്ട് വിവരങ്ങളുമായി. സജു, സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിന് തൊട്ടു മുൻപ്
ಖರ್ಗೆ ಉൾപ്പെടെയുള്ളവർക്ക് സ്വീകരണം വിവരങ്ങൾ. ವಿರೋಧ ಪಕ್ಷದ ನಾಯಕರು ಲೋಕಸಭೆ ಅವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಸ್ವಾಗತಿಸಬೇಕಾಗಿ ಕೋರುತ್ತೀನಿ. ഉന്മേഷാസിത ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നിയുക്ത മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വേദിയിലെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുകയാണ്. അവർക്ക് പൂച്ചെണ്ട് നൽകി അവരെ ആദരിക്കുകയാണ്. ശേഷമായിരിക്കും കർണാടക ഗവർണർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. 4-5 കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തായാലും 4 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെയും വേദിയിലെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുള്ളവരാണ് വേദിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ 2 വർഷത്തെ കാലാവധിയിലേക്ക് 2028 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് DK ശിവകുമാറിനെ കർണാടകയുടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുത്തതിനു ശേഷം ഇപ്പോൾ രാജിവെച്ച കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വമൊക്കെ നൽകി അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് പോയിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊപ്പം തന്നെ വലിയ വിശിഷ്ട അതിഥികളുമൊക്കെയും ഉച്ചയോടുകൂടി തന്നെ എത്തിയിരുന്നു. അവരിപ്പോഴും കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായിട്ട് DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് എത്തിയവരുമാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും എത്തിയ ആൾക്കാരാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വേദിയുടെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന റോഡിന് തൊട്ട് അപ്പുറവശത്ത് കാണുന്നതാണ് ലോക് ഭവൻ. ആ ലോക് ഭവനിൽ കാണുന്ന വലിയ വേദി അതാണ് ഗ്ലാസ് ഹൗസ്. ഈ വേദിയിലാണ് ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 700-ലധികം പേർക്കാണ് വിശിഷ്ട അതിഥികൾക്കാണ് അവിടെ ക്ഷണം നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള പ്രവർത്തകരെയും മറ്റ് അംഗങ്ങളെയും ഒക്കെയും ഈ വേദിക്ക് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ടൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ഓരോരുത്തരെയും നിയുക്ത മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം മറ്റു ചടങ്ങുകളിലേക്ക് കടങ്ങുക. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി കർണാടക ഗവർണർ ഇപ്പോൾ അദ്ദേഹത്തെ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തായാലും 3500ഓളം പോലീസുകാരെയാണ് പ്രത്യേകിച്ച് ഈ ഒരു വേദിക്ക് അരികിലും അതോടൊപ്പം തന്നെ വിധാൻ സൗദിക്കരികിലുമായിട്ട് സുരക്ഷയ്ക്കായിട്ട് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോക് ഭവന്റെ മിക്ക ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളൊക്കെ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗളൂരു നഗരത്തിന്റെ വിധാൻ സൗദയിലും ബംഗളൂരു നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ സ്ക്രീനുകളിലൂടെയാണ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കാണുന്നത്. എന്തായാലും യതീഷ് ചന്ദ്ര ഗെഹ്ലോട്ട് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ വാചകം അല്പസമയത്തിനകം ചൊല്ലിക്കൊടുക്കുന്നതിന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വേദിയിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 13 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാ സാമുദായിക സമവാക്യങ്ങളും ഒക്കെയും പാലിച്ചുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് അതായത് ഒക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ മറ്റ് വിഭാഗങ്ങൾക്കാർക്ക് തുല്യ പ്രാധാന്യം നൽകിയുള്ള ഒരു മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെയാണ് ഇതൊക്കെയും പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ മുൻപോട്ട് പോയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സിദ്ധരാമയ്യയുടെയും അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ട്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ കർണാടക ഗവർണർ ഇപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരത്തിൽ ഹൈക്കമാൻഡിന് വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇനി വരാൻ പോകുന്ന 2028 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുവരാൻ 2020 മുതൽ 135 സീറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ 2028 പാർട്ടിയെ അതേ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് DKയുടെ കയ്യിലേക്ക് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നു. സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ಗೌರವಾನ್ವಿತ ರಾಜ್ಯಪಾಲರ ಅನುಮತಿಯನ್ನು ಕೋರುತ್ತೀನಿ. ಸರ್, ಐ ರಿಕ್ವೆಸ್ಟ್ ಯುವರ್ ಪರ್ಮಿಷನ್. Honorable Governor has given the permission to carry out the oath-taking ceremony of the Honorable Chief Minister. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.